മസാല കപ്പലണ്ടിയുടെ തരികൾ കവറിൽ നിന്നും താഴേക്ക് വീഴേണ്ട താമസം. മണം പിടിച്ച് ഉറുമ്പുകൾ അതിനടുത്തേക്ക് ഇതാ പാഞ്ഞെത്തിപ്പോയി. ഇന്നേക്കൊരു പുട്ടി എല്ലാരും വാങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് വരിവരിയായി കൂട്ടിൽ നിന്നും കുഞ്ഞൻ ഉറുമ്പുകൾ ആഹാരമുള്ള ഇടത്തേക്ക് കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരുന്നു. ഇനി ഈ വീണുകിടക്കുന്ന ചെറുതും വലുതുമായ ആഹാരത്തിന്റെ തരികൾ ചുമന്ന് കുറച്ചു ദൂരെയുള്ള കൂട്ടിലേക്ക് എത്തിക്കണം. അധ്വാനം ഒരൽപ്പം കൂടുതലാണെങ്കിലെന്താ, കുറച്ചു നാളത്തേക്കുള്ള ആഹാരമായല്ലോ. അതിനുള്ള പരക്കം പാച്ചിലാണ് ഈ കാണുന്നത്. എന്റെ ദൈവം, ഇതെന്തോന്ന് ഒരുക്ക മുടിഞ്ഞ കനവാണല്ലോ ഇതിന്. അയ്യോ അമ്മേ, ഡാ ഇതെന്റെ ആട്ടാ, വിട്ടട്ടാ, നീ പോയി വേറെ എടുക്കടാ. ഉറുമ്പുകളെ കൂടാതെ അണ്ണാനെയും മൈനയെയും പോലെയുള്ളവർ ആഹാരത്തിന്റെ പങ്കുപറ്റാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉറുമ്പുകളെ വകവെക്കാതെ അവര് അതും തിന്നു തുടങ്ങി. ബാക്കിയുള്ള ആഹാരം വേഗം കൂട്ടിലെത്തിച്ചില്ലെങ്കിൽ മണക്കാൻ പോലും ഇവമാർ ഒന്നും ബാക്കി വെച്ചേക്കില്ല. പുൽത്തകിടിയിൽ മണ്ണ് തുരന്ന് ഉണ്ടാക്കിയ കൂടാണ് ഇക്കൂട്ടരുടേത്. ഉറുമ്പുകളുടെ ഒരു അധോലോകം തന്നെ. ഓരോരുത്തരായി കൊണ്ടുവരുന്ന ആഹാരം മണ്ണുകൂട്ടിൽ സുരക്ഷിതമായി കൊണ്ടുവെക്കുന്നത് കണ്ടില്ലേ? ഇത്രയും ബഹളങ്ങളൊക്കെ നടന്നിട്ടും തൊട്ടപ്പുറത്ത് കുറെ ഉറുമ്പുകൾ ചേർന്ന് വലിയൊരു കൂട് കെട്ടിപ്പൊക്കുന്നതിന്റെ തിരക്കിലാണ്. വലിയ പടയാളി ഉറുമ്പുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ ഉറുമ്പുകൾ ചേർന്നുള്ള കൺസ്ട്രക്ഷൻ. തുരന്നെടുക്കുന്ന മണ്ണ് ഒരു ചെറു കുന്നുപോലെ പുറത്ത് കൂടിനു ചുറ്റും ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാത്തൊരു അധ്വാനം തന്നെ.